സംഭവം മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്. അനിബിൻ മസ്ഊദിൻ വഅലിയിൻ, അലി തങ്ങളും ഇബ്നു മസ്ഊദ് തങ്ങളും റളിയല്ലാഹു അൻഹുമാ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അന്നമൻ അഫ്തറ ഫീ റമളാന ആമിദൻ, മനഃപൂർവ്വം റമളാനിൽ ഒരു മനുഷ്യൻ നോമ്പ് മുറിച്ചാൽ, മനഃപൂർവ്വം മുറിച്ചു. നല്ല നാടൻ ചോറും കറിയൊക്കെ കണ്ടപ്പോൾ തോന്നി അത് ഇതാണ് കഴിച്ചേക്കെ, പിന്നെ ചട്ടിച്ചോറല്ലേ എന്ന് പറഞ്ഞ് കഴിച്ചു. പറയാം, അല്ലെ പൊതിച്ചോറല്ലേ, കീപ്പൊറാട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ നുണ വന്നു. മനഃപൂർവ്വം റമളാനാന്നറിയാം, എന്ത് ആഗ്രഹമുള്ള ഭക്ഷണം വന്നാലും ഷഹ്വത്ത് ത്വആം അടക്കി വെക്കണം എന്നറിയുന്ന ഒരാൾ അതറിഞ്ഞിട്ട് തന്നെ മനഃപൂർവ്വം, ഒരാൾ നിർബന്ധിച്ചതോ ഒന്നുമല്ല, കഴിക്കാതിരുന്നു. അങ്ങനെ വന്നാൽ ലം യുകഫിറുഹു സിയാമുദ്ദഹരി വഇൻ സ്വാമഹു, കാലം മുഴുവൻ നോമ്പ് നോറ്റാലും അത് അതിൻ്റെ പ്രായശ്ചിത്തമാവില്ല. വഇൻ സ്വാമഹു, ആ നോമ്പ് കാലം മുഴുവൻ നോറ്റ് ഖളാ വിട്ടിയാലും ഒരിക്കലും തന്നെ അതിന് കഫാറത്താവുന്നില്ല, പ്രായശ്ചിത്തമാവുന്നില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളും അലിയാർ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. വളരെ സ്വഹീഹായ റിവായത്താണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഖളാ വിട്ടണ്ടെന്നാണോ? നോമ്പ് ഖളാ വിട്ടണ്ടേ? പെണ്ണുങ്ങൾ പോലും പ്രസവിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് റമളാനിൻ്റെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടണം. റമളാൻ വർഷത്തിലൊരിക്കൽ വരുന്ന സംഭവമാണ്. ഖളാ വീട്ടണം. ആ ഒരു ഖളാ വീട്ടണം എന്ന് പറഞ്ഞ വിഷയം കാലം മുഴുവൻ നോറ്റാലും അതിന് പ്രായശ്ചിത്തമാവില്ല എന്ന് പറഞ്ഞാൽ فلا بد من توفية التكليف حقه بإقامة القضاء مقام الأداء واتباعه بالتوبة ويفعل الله بعد ذلك ما يشاء. ഒരിക്കലും അദാ ആയി നിസ്കരിക്കുന്നത് പോലെയല്ല ഖളാ ആയിട്ട് നിസ്കരിക്കുന്നത്. അദാഇൻ്റെ ഒരു പുണ്യവും അതിൻ്റെ മഹത്വവും, റമളാനിൻ്റെ മാസത്തിൽ നടത്തുന്ന റമളാനിൻ്റെ പകലിലെ നോമ്പ് അതുപോലെ ഒരിക്കലുമല്ലല്ലോ റമളാൻ അല്ലാത്ത സമയം. അതുകൊണ്ട് ആ ഒരു പുണ്യം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഖളാ വിട്ടിട്ടും കാര്യമില്ല, അല്ലെ ഖളാ വീടുന്നില്ല എന്ന് ഇമാം മാലിക് എന്നിവർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ഖളാ വീട്ടേണ്ടതില്ല എന്നല്ല അതിൻ്റെ മഅന എന്ന് മഹാനവറുകൾ പറയാണ്. കാരണം അതിനൊരുപാട് തെളിവുകളുണ്ട്. മന്നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ, മനഃപൂർവ്വം ഒരു മനുഷ്യൻ പിന്നെ നിസ്കാരം മറന്നതിനെ കുറിച്ച് പോലുമല്ല, ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയി, ഔ നസിയഹ മറന്നുപോയി, അങ്ങനെയുള്ള ഒരാൾ പോലും നിസ്കാരം ഖളാ വീട്ടണം എന്ന് പറഞ്ഞാൽ, ബോധമുള്ളൊരു മനുഷ്യൻ നഷ്ടപ്പെടുത്തിയാൽ ഖളാ വീട്ടണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? പിന്നെ റുഫിഅ അൽ ഖലമു അൻ സലാസത്തിൻ അനിൻ നാഇമി ഹത്താ യസ്തൈഖിദ്, ഹദീസുണ്ട്. 3 ആളുകളിൽ നിന്നും പെന്നുയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ തിന്മകൾ എഴുതി വെക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഹദീസിൽ അനിൻ നാഇമി ഹത്താ യസ്തൈഖിദ, ഉറങ്ങിപ്പോയ ഒരു മനുഷ്യൻ ഉണരുന്നത് വരെ അവരുടെ തെറ്റുകൾ എഴുതി വെക്കൂല. കാരണം ഉറങ്ങുന്ന മനുഷ്യനല്ലേ, ഉണരുന്നവരെ. ഉറക്കത്തിൽ ഒരു മനുഷ്യൻ വെറുതെ പന്തളിക്കാരനാണ്, ഇപ്പുറത്തൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, ഒരു കിക്ക് ചെയ്താണ്, ആൾ താഴെ വീണു കട്ടിൽ നിന്ന്, അതിനിപ്പോൾ മലക്കുകൾ എഴുതൂല, ഉറക്കത്തിലല്ലേ. ഉറക്കം നടിച്ചുകൊണ്ട് ചെയ്യാൻ മതി. അപ്പോൾ ഉറക്കത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ ഉന്തി തള്ളിയിട്ടൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൽ എണ്ണി നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ആരൊക്കെ അത് അവരെ മേത്ത് കൂടെ അങ്ങ് നടന്ന് കയറിപ്പോയി ഉറക്കത്തിൽ, സോംനാംബുലിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നടന്നാൽ എന്തില്ല, അതൊന്നും കുഴപ്പമില്ല. ഉറക്കം നടിച്ചു പോയ ആൾക്കാർ കൈകാര്യം ചെയ്യുകയെ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പെന്നുയർത്തപ്പെട്ടിരിക്കുന്നു അനിൻ നാഇമി ഹത്താ യസ്തൈഖിള എന്ന് പറഞ്ഞാൽ റുഫിഅൽ ഹുനാ റഫ്ഉൽ മഅ്ഥമി ലാ റഫ്ഉൽ ഫർളി അൻഹു, നിസ്കാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം നോമ്പുകാരനുണ്ടാവില്ല, അത് മലക്കുകൾ എഴുതൂല എന്നേ അർത്ഥമുള്ളൂ. ലാ റഫ്ഉൽ ഫർളി അൻഹു, നിസ്കാരം ഫർളുള്ളത് ഖളാ വീട്ടണം എന്ന ആ ഒരു നിബന്ധന ഒഴിവായി പോകുന്നില്ല. എൻ്റെ മഅന അങ്ങനെയാണ്. വലൈസ ഹാദാ മിൻ ബാബി ഖൗലിഹി അനി സ്വബി ഹത്താ യഹ്തലിം, അതിൻ്റെ ഉടനെ പറയുന്ന വിഷയം അങ്ങനെയല്ല. വഅനി സ്വബി, ചെറിയ കുട്ടികൾക്ക് അല്ലാഹു തആലയുടെ മലക്കുകൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ എഴുതൂല ഹത്താ യഹ്തലിമ, പ്രായപൂർത്തിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അവർക്ക് നിർബന്ധമില്ല തന്നെയാണ്. നേരെ മറിച്ച് ഉറങ്ങുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ, ഉറക്കത്തിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, നിസ്കാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം ഇസ്മ അവർക്കുണ്ടാവുകയില്ല എന്നേ അവിടെ ഒഴിവാകുന്നുള്ളൂ. എന്നല്ലാതെ നിസ്കാരത്തിൻ്റെ ഫർളിയത്ത്, നിസ്കാരം അയാൾക്ക് ഫർളാണ് എന്നതൊരിക്കലും ഉയർത്തപ്പെടുന്നില്ല.